കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിന് സമീപത്തെ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. 50 വിദ്യാർത്ഥികൾ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ നില ഇപ്പോൾ ഏതും തരത്തിലാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കാണ് ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. തുടർന്ന് തൊട്ടടുത്തുള്ള കുട്ടികളുടെ അമ്മയുടെ ആശുപത്രിയിൽ 25ഓളം കുട്ടികളെ പ്രവേശിപ്പിക്കുകയായിരുന്നു. 5 കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കി കുട്ടികളെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ആരുടെയും നില ഗുരുതരമല്ല എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്നത്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും തൊട്ടടുത്തുള്ള കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷപ്പുക കുട്ടികൾ ശ്വസിച്ചത്. ഈ ഒരേ കോമ്പൗണ്ടിലാണ് ഈ സ്കൂളും ആശുപത്രിയും വരുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കറണ്ട് ഇല്ലാത്ത സമയത്താണ് ഈ ജീവനക്കാർ ജനറേറ്റർ കൊണ്ടുവരുന്നത്. ജനറേറ്ററിൽ നിന്നുള്ള പുക തൊട്ടടുത്തുള്ള ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികൾ ശ്വസിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടികൾക്ക് ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവരുടെ നില ഗുരുതരമല്ല എന്നാണ് മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 50 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഈ സ്കൂളിന് സമീപത്തെ ആശുപത്രിയിൽ നിന്നാണല്ലോ ഈ പുക ശ്വസിച്ച് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. ഈ അപകട നില തരണം ചെയ്തു, അല്ലെങ്കിൽ കാര്യമായ കുഴപ്പങ്ങളില്ല എന്ന് പറയുന്ന ഈ സാഹചര്യത്തിലും നിയമ നടപടികളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങളും കൂടി. ഇപ്പം നിലവിൽ നിയമ നടപടികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് കറണ്ട് ഇല്ലായിരുന്നു. ആ സമയത്താണ് അവർ ജനറേറ്റർ ഓണാക്കിയത്. തുടർന്നാണ് വിഷപ്പുക ഈ കുട്ടികൾ ശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാതാപിതാക്കൾക്ക്, അതായത് കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം നടപടികൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുമെന്ന് തന്നെയാണ് മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 25ഓളം കുട്ടികളെ ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ബാക്കി കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി കുട്ടികളെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിന് സമീപത്തെ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 50 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ തുടരുകയാണ്. വിവരങ്ങളാണ് ദിസ്ന സുരേഷ് നൽകിയത്.